അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നൂഡിൽസ് വെച്ചിട്ടുള്ള ഒരു പിസ്സയാണ്. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇനി ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതുപോലെയുള്ള ഒരു പാക്കറ്റ് യപ്പി നൂഡിൽസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നൂഡിൽസ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് 1/4 കപ്പ്. സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ. മല്ലിയില അരിഞ്ഞത്. നൂഡിൽസിൻ്റെ കൂടെയുള്ള ആ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കുക. ഒരു 1/4 കപ്പ് മൈദ എടുത്തിട്ട് അതിലോട്ട് ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് ലൂസാക്കിയിട്ടുള്ള ഒരു മാവാക്കി മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ ലൂസാക്കിയിട്ട് കലക്കിയെടുക്കണം. ഈ ബാറ്റർ കുറേശ്ശെ ഒഴിച്ച് ഈ നൂഡിൽസ് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് വെള്ളം പോലൊക്കെ ഇരിക്കും. ഇനി ഇതൊരു 5 മിനിറ്റ് മാറ്റി വെക്കുക. ഒരു പാനിൽ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് തടവി കൊടുക്കുക. നൂഡിൽസ് പാനിൽ ഇതുപോലെ തന്നെ ടൈറ്റ് ആക്കിയിട്ട് പരത്തുക. സ്റ്റൗവിൽ വെച്ച് ഒരു 5 മിനിറ്റോളം മൂടി വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ കുറേശ്ശെ ബട്ടറൊക്കെ ഒന്ന് സൈഡിൽ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് പാനിൽ നിന്ന് ഇളകുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിടാം. ഇനി ഇതിൻ്റെ മീതെ കുറേശ്ശെ ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് മോസറല്ല ചീസ് ഇതിൻ്റെ മീതെ അങ്ങനെ വിതറി കൊടുക്കുക. കുറച്ച് ക്രഷ്ഡ് ചില്ലി ഇങ്ങനെ മീതെ വിതറുക. കുറച്ച് ഒറിഗാനോ, 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചതും വിതറി കൊടുക്കുക. ഇനി ഇതിൻ്റെ മീതെ ക്യാപ്സിക്കം ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ച് കൊടുക്കുക. കുറച്ച് സവാള സ്ലൈസ് ചെയ്ത് വെച്ച് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ ഇങ്ങനെ വിതറി കൊടുക്കുക. ഇതിൻ്റെ മീതെ കുറച്ചുകൂടെ ചീസ് ഗ്രൈൻഡ് ചെയ്തിട്ട് ചേർക്കുക. കുറേശ്ശെ ടൊമാറ്റോ സോസ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ചീസ് ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുക. റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു 10 മിനിറ്റ് മതി. എപ്പോഴും നൂഡിൽസ് നമ്മൾ മടി പിടിച്ചിട്ട് അങ്ങനെ വേവിച്ച് കഴിക്കും. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആവണ്ടേ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.